അസ്സലാമലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ. നമ്മൾ ഇന്നൊരു കല്യാണത്തിന് വന്നാണ്. ഇത് ക്രൗണ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാട്ടോ മൂജിക്ക്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണം കേട്ടോ. അപ്പോൾ താലികെട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെത്തിയപ്പോൾ നമ്മളും ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കല്യാണത്തിൻ്റെ അങ്ങനെ പുതിയണ്ണിനെയും പുതിയാപ്പിളിനെയും സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ കാല് കഴുകുന്ന ചടങ്ങുണ്ട് കേട്ടോ. കിണ്ടിയിൽ വെള്ളമൊക്കെ കൊടുന്നിട്ട് പിന്നെ ഒരു മരത്തിൻ്റെ പലകമ്മ കാലൊക്കെ വെച്ചിട്ട് പുതിയാപ്പിളുടെ കാലുമ്മ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അളിയൻ കുട്ടിയാന്ന് തോന്നുന്നത്. അങ്ങനെ പണ്ടൊക്കെ നമ്മളിതിൽ ഉണ്ടായിരുന്നു ഇങ്ങനത്തതൊക്കെ. കുറേ കാലം മുന്നേ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാട്ട പുതിയണ്ണും പുതിയാപ്പിളി അങ്ങനെ കാലകളുടെ തയ്യാറെടുപ്പിലാട്ടോ. ഷൂ ഒക്കെ കഴിച്ചാനുള്ള തയ്യാറെടുപ്പ് നിൽക്കുന്നുണ്ട്. അളിയനും ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷൂ ഒക്കെ കഴിക്കുക കേട്ടോ, കാല് കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ അളിയൻ കാല് കഴുകി കഴിഞ്ഞാൽ പിന്നെ അളിയനക്ക് ഒരു ലക്കോട്ട് കൊടുക്കും. പണ്ടുണ്ടായിരുന്നത് ഇപ്പോൾ വിലയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അത് പഴയ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്, അതാണ് പറഞ്ഞത്. അങ്ങനെ കാര്യകലൊക്കെ കഴിഞ്ഞ് ഇനി അവർക്ക് പുതിയാപ്പിളിനും പുതിയണ്ണും കൂടെ സ്റ്റേജിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. അളിയനും പുതിയാപ്പിളയും കൂടെ ആലിംഗനൊക്കെ ചെയ്ത് ഈ പുതിയൻ്റെ അച്ഛനാട്ടത് പച്ച ഷർട്ടിട്ട് വന്നത്. ഒരു നിലവിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെ പിടിച്ചിട്ടാണ് സ്റ്റേജിലേക്ക് പോവുക. പൂവൊക്കെ ഇങ്ങനെ എറിഞ്ഞു കൊടുത്ത് കുറിയൊക്കെ തൊട്ട് ഇനി എല്ലാവരും കൂടെ അവരേറ്റ് സ്റ്റേജിലേക്ക് പോകട്ടോ. ഇനി വെള്ളം വേണ്ടിയവർക്കൊക്കെ വെള്ളം കുടിക്കാനും ഇവിടെ 3 സൈസ് വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഓരോരുത്തരും വാങ്ങി കുടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളും അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് പക്ഷേ സ്റ്റേജിൽ കണ്ടിട്ട് എത്താൻ പറ്റണില്ല കേട്ടോ. ഹാൾക്ക് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമ്മളൊക്കെ വാതിൽക്കെ തന്നെ നിന്ന് കുറേ വിട്ടായിരുന്നു നമ്മൾ നിന്ന്. അപ്പോൾ വിട്ട് നിന്നിട്ടുള്ള നമ്മളിപ്പോൾ ഈ ഫോട്ടോ എടുക്കണം കേട്ടോ. സീറ്റൊക്കെ ഫുള്ളായിരുന്നു. പിന്നെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വഴിയിലൊക്കെ നിറഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതുകൊണ്ട് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ സ്റ്റേജ് മേലെ എത്തുന്നുണ്ട് കേട്ടോ. ഇപ്പം എത്തും പുതിയാപ്പിളയും കൂടെ. നല്ല രസമല്ലേ ഈ കല്യാണം കാണാൻ. പുതിയാപ്പിളയൊക്കെ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഇവിടുന്ന് മാലടലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മാലടലൊന്നും കാണാൻ നമുക്ക് പറ്റിയില്ല, വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അത് നിൽക്കാൻ തന്നെ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു. സ്റ്റേജൊക്കെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ചോറ് തിന്നാൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പിന്നെ അങ്ങനെ ചോറ് തിന്നാൻ കുറേ ആൾക്കാരൊക്കെ പോയി, കുറേയൊക്കെ സ്റ്റേജിൻ്റെ അവിടെ ഒഴിവാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ താഴത്താണ് പിന്നെ ചോറ് തിന്നുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് എത്തിട്ടോ. അപ്പോൾ സദ്യ കേട്ടോ, എല്ലാവർക്കും ഓരോ വായൻ്റെ ഗ്ലാസ്സിൽ വെള്ളമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം കുടഞ്ഞ് ഇലയൊക്കെ അത് കഴുകി നമ്മൾ റെഡിയായി ഇരിക്കുക കേട്ടോ. ഇങ്ങനെ ഓരോ തലക്കുന്ന അവിടെ അങ്ങകലെ വിളമ്പൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ ലാസ്റ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ ബിലാലിനോട് ചോദിക്കഴിഞ്ഞത് എപ്പോഴാണ് കിട്ടുക, കുറേ നേരമായിട്ട് നമ്മളിവിടെ ഇരിക്കൽ തുടങ്ങിയിട്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ പായസത്തിൻ്റെ ഗ്ലാസ് ഇവിടെ വെക്കൽ തുടങ്ങിയിട്ടാണ്. ഓരോരുത്തർ ഇങ്ങനെ ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരവല്ലേ. 2 ദിവസം പായസം തോന്നുന്നു. അപ്പോൾ 2 ഗ്ലാസ് ഇവിടെ കൊടുന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ക്ഷമയോടെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഇപ്പോൾ കൊണ്ടുവരുന്നു വിചാരിച്ചിട്ട്. അപ്പോൾ അതിൽ കഥ പറഞ്ഞവർക്ക് കഥ പറയുക, മൊബൈൽമ കളിക്കുന്നത് മൊബൈൽമ കളിക്കുക, എല്ലാത്തിനും നേരമുണ്ട്. ഇപ്പോൾ ചിപ്സും പിന്നെ ചക്കര ഇട്ടുണ്ടല്ലോ, കായ വറുത്തത്, അതിൻ്റെ പേരെന്താ പറയാനറിയില്ല, ചക്കരപ്പേരി, അതും കൂടെ ആദ്യം കൂട്ടി തന്നിട്ടോ. ഇങ്ങനെ വിറ്റാണ്ട് ഓരോ തലക്കന്ന് വെച്ച് ഇങ്ങനെ പോകണ്ട കേട്ടോ. പിന്നെ ഇനി കൂട്ടാനുകളൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്ത് ഉപ്പേരി, അവിയൽ, തോരൻ, പുളിശ്ശേരി, തൈര്, പിന്നെ പരിപ്പും നെയ്യും കൂടെ ഉള്ളൊരു കൂട്ടാണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പുളിഞ്ചി, അച്ചാർ, എല്ലാ സാധനവും ഉണ്ട്. അല്ലാതെ ഇങ്ങനെ ഓരോരുത്തരോരോ തലക്കന്ന് ഇങ്ങനെ വരണുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പോകുമ്പോഴേ 2 സൈഡിലും. അപ്പോൾ ചിലവരൊക്കെ കൂട്ടാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇന്ന് തിന്നൽ തുടങ്ങും കേട്ടോ. ചോറ് എത്ര മുന്നായിട്ട് ഓരോ തലക്കുന്ന് കൂട്ടാൻ തിന്നൽ തുടങ്ങും. അത് അച്ചാറാട്ടോ. ചെറുപയറിൻ്റെ ഒരു തോരൻ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കറികൾ എല്ലാ സൈഡുകളുണ്ടായിട്ടോ. ഒരു 10-12 സൈഡ് ഉണ്ടായിട്ടുണ്ട്. നമ്മളെ പ്ലേറ്റിൽ ഇലയിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ കൊണ്ടുവന്ന് വെച്ച് പോകുന്നതാണ് ഇതൊക്കെ. ഇനിയും വരുന്നുണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ബിലാലിനോട് ചോദിക്കുക, എന്തൊക്കെ ഇനി എപ്പോഴാണ് കീയന്മാർ ഇട്ട് കീയലെന്ന് ചോദിക്കണോ എന്നോട് ഇടക്ക്. അങ്ങനെ ക്ഷമയോടെ നോക്കിയിരിക്കുകയാണ് ഇവരിങ്ങനെ കൊടുന്നു കൊടുക്കണേ. മുപ്പിൽ പിന്നെ അച്ചാറൊന്നും തൊട്ടാൻ പറ്റും ആദ്യം തന്നെ, നല്ല പുളി ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്താ ആൾക്കാർ ഓരോ തലക്കം തിന്നാൻ തുടങ്ങിയിരിക്കണം പേരുകളൊക്കെ. ഈ വെള്ളം വേണ്ടിയവർക്ക് വെള്ളമായിട്ട് വരുന്നുണ്ട്. ഇനി പപ്പടമാണ് അടുത്ത് വരുന്നത് കേട്ടോ, വലിയ പപ്പടം. ഇപ്പോൾ കൂട്ടാനുകളൊക്കെ എത്തല കഴിഞ്ഞിട്ടാ. ഇനി ചോറാന്ന് തോന്നുന്നു ഇനി വരാനുള്ളത്. ചോറ് വരുന്നത് കേട്ടോ.
എല്ലാവരും തുണീൻ്റെ മേലെ തോർത്തും കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇവരിങ്ങനെ കറികൾ വിളമ്പണതല്ലേ, അപ്പോൾ തുണിയിലൊക്കെ ആവശ്യമിട്ടാവും. പിന്നെ തോർത്തും കൊണ്ട് എന്നോട് ചോദിക്കുന്നത് എന്താ അമ്മ ഇങ്ങനെ ചോറ് ഇങ്ങനെ ഇട്ടിക്കണമെന്ന്. അവന് ഒരിക്കൽ ചോറിട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഇടാനയക്കൂല. അപ്പോൾ എനിക്ക് ചോറ് കണ്ടപ്പോഴേ ഇനി ഇടാനയക്കൂല കേട്ടോ, എനിക്കിത് മതി എന്നൊക്കെ പറയാൻ എന്നോട്. അപ്പോൾ പായസം കൊണ്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അടപ്രഥമനും പിന്നെ ചക്കര ഇട്ടൊരു പായസം കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അടപ്രഥമൻ നല്ല അടിപൊളി പായസമായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ചോറ് കഴിച്ച് സ്റ്റേജിലെത്തിയിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റേജിൽ ഇപ്പോൾ കുറേ ആൾക്കാർ പോയിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ എത്ത് കിന്നിട്ട് പുതിയാപ്പള്ളിയും പുതിനൊക്കെ ഫോട്ടോ എടുത്താം കേട്ടോ. നേരത്തെ കുറേ വിട്ട് ഞാൻ പോയിരുന്നീന്ന്, നമുക്ക് അതിൽ നിന്നീന്ന് ഇരിക്കുന്നല്ല നിൽക്കുക തന്നെയായിരുന്നു. ഇരിക്കാനും സ്ഥലം ഉണ്ടായിരുന്നു, അത്രയും ജനമായിരുന്നു. അപ്പോൾ ഇപ്പം ഇങ്ങനെ ആൾക്കാർ ചോറ് കഴിക്കാൻ പോയപ്പോൾ കുറേ ഒഴിവായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മളിന്ന് വന്ന കല്യാണം. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.